അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ രാത്രി എന്താണ് ഇവർ സംസാരിച്ചത്? നിനക്ക് ഞാൻ മോർ ദാൻ ഒരു ഫ്രണ്ട് ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീതുവിന്റെ ഭാഗത്തു നിന്ന് അർജുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അർജുൻ അതിന് കൊടുത്ത മറുപടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പം എന്തായിരുന്നു ഇന്നലെ ലൈവിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഈ ഒരു വീഡിയോ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇത് നിർത്തണം, ഈ ഒരു കോംബോ ക്രിയേഷൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. സോ ഇത് ബേസിക്കലി എന്ന് പറയുന്നത് ലൈവ് കാണാൻ പറ്റാത്ത ഇവരുടെ ടോക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ഞാനിപ്പോൾ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് രാവിലെ ഇരുന്ന് കണ്ട് അങ്ങനെയാണ് വീഡിയോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെഗ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഒരു സെഗ്മെന്റോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലോ നിങ്ങൾ ഈ ഒരു വീഡിയോ സെഗ്മെന്റിനെ കാണണം. അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന സംഭവവികാസങ്ങളിലേക്കൊക്കെ നേരെ പോവാം. എന്തായാലും ഇന്നലെ ആദ്യം ഒരു ബാത്റൂം ഏരിയയിൽ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ശ്രീതു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതായത് ബീച്ചിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു പോവാലോ, ഇനിയും സമയം കിടക്കുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു പറയുന്നുണ്ടായിരുന്നു അറിയില്ല. ഇന്നലെ ശ്രീതു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വേർഡ് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കോൺവെർസേഷനിൽ. സോ പിന്നെ അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് പോയിട്ട് കാറിൽ അവരിരുത്തി ഒറ്റയ്ക്ക് പോവാലോ. അപ്പം അപ്പോഴും ശ്രീതു പറയുന്നത് അതും അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു, ഇല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ട് പോയിട്ട് ഹസ്ബൻഡിനെ കാറിൽ ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് പോയി നിൽക്കാലോ എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പം ശ്രീതു പറയുന്നത് അത് വേണമെങ്കിൽ നടക്കും എന്നുള്ള രീതിയിൽ അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ കേട്ടോളും എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഇല്ല അത് ഡൗട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും നിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. അപ്പം ശ്രീതു നീ തപ്പാ നനച്ചിരിക്കയാ, ഓക്കെ ഒറ്റയ്ക്ക് പോയി നിൽക്കണം. അപ്പം കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ കല്യാണം കഴിക്കണം എന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ ആ ഒരു കോൺവെർസേഷൻ പോവാണ്. നീ പറയുന്നതെല്ലാം പോയി, അപ്പം ഞാൻ പറയുന്നതെല്ലാം അർജുൻ ഒരു തമാശ പോലെ തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു നീ പറയുന്നതെല്ലാം പോയിന്റുകളല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അർജുൻ എന്താ തോന്നുന്നത്, ഇപ്പം നമ്മളെപ്പം മെച്യൂർഡ് ആവും, ഏത് പ്രായത്തിൽ മെച്യൂർഡ് ആവും, മെച്യൂരിറ്റിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു ലൈഫ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ മെച്യൂരിറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ചിലർ ഇപ്പൊ 16-15 വയസ്സുള്ള ആൾക്കാർ വരെ ചിലപ്പം അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അവർ മെച്യൂർഡ് ആവാം. ചിലർക്ക് ഇപ്പൊ എത്ര വയസ്സായി കഴിഞ്ഞാലും ഒരു ജീവിത സാഹചര്യം കൊണ്ട് അവർ മെച്യൂരിറ്റി തോന്നാറില്ല. അതിന് ഏജ് ഒരു ഘടകമല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. സോ അതിനുശേഷം നെക്സ്റ്റ് റൂമിലുള്ള ഒരു ടോക്കാണ്. നെക്സ്റ്റ് റൂമിലുള്ള ഈ ഒരു ടോക്കിലാണ് ഈ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ ആ ഡിസ്കഷനിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അതായത് ഇതിൽ കുറെ ടോക്ക് ഒന്നും നമുക്ക് വളരെ ക്ലിയർ ആവില്ല, ബിക്കോസ് മൈക്ക് കുറച്ച് ദൂരെയൊക്കെ ആയതുകൊണ്ട് കുറെ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ക്ലിയർ ഒന്നും കാര്യങ്ങളൊന്നും ആയില്ല. ആദ്യം അപ്സരയുടെ ആ ഒരു ഡോളിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത്. ഇവർ അവിടെ കിടക്കുന്നു. ഇന്നലെ ശ്രീതു നെക്സ്റ്റ് റൂമിന്റെ ആ ഒരു അവിടെയാണ് കടന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോഴാണ് അർജുൻ ചോദിക്കുന്നത് നിനക്ക് എന്തിനാ ആ ഡൗട്ട്, നീ എന്തിനാ ആ ചോദ്യം ചോദിച്ചേ എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ പിന്നെ പറയുന്നുണ്ടായിരുന്നു കുറെ പേര് എന്നോട് ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ശ്രുതി എന്ത് കൈൻഡ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രുതി പറ എന്താ ചോദിച്ചെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വേറെ അതായത് ഫ്രണ്ട് അല്ലാണ്ട് വേറൊരു ഇതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇവർ വളരെ സൈലന്റ് ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പം അർജുൻ പിന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ കാര്യമാണ്, അപ്പം ഞാൻ അതിന് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോദിച്ചവരോടൊക്കെ ഞാൻ ആ കാര്യത്തിന് എന്നോട് ചോദിച്ച ആ കാര്യത്തിന് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നീ എന്താണ് ആ ഡൗട്ട് അങ്ങനെ ചോദിച്ചതെന്നുള്ളൊരു ചോദ്യം അർജുൻ പിന്നെയും ശ്രീധുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ ചോദിച്ചത് എനിക്ക് അറിയണം അല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് നീ എപ്പിടി ഇത് പണ്ടുന്ന്, അതായത് എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് മോർ ദാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ള രീതിയിൽ അറിയണം എന്നുള്ള രീതിയിലാണ് ചോദിച്ചതെന്നുള്ള രീതിയിൽ അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. എന്റേന്ന് നിനക്ക് വല്ലതും അങ്ങനെ തോന്നിയോ? അർജുൻ ശ്രീതുവിനോട് ചോദിച്ചൊരു ഇതാണ്, എന്റേന്ന് നിനക്ക് വല്ലതും അങ്ങനെ തോന്നിയോ, അതായത് എനിക്ക് പ്രണയമുള്ള ആ ഒരു തന്നെയാണ്. അപ്പൊ അങ്ങനെ മോർ ദാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള പോലെ തോന്നിയോ എന്നുള്ളൊരു ചോദ്യം പറയാനായിരുന്നു. അപ്പൊ ശ്രീതു പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല എന്നുള്ളൊരു മറുപടിയാണ്. തോന്നിയില്ല എന്ന് പറയുന്നില്ല, എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തോന്നിയോ എന്ന് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ. ചോദിച്ചത് ഐ മീൻ നിനക്ക് സംശയം തോന്നിയോ?
അപ്പം പിന്നെ പറയുന്നത് നോക്ക് 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 ഇവിടെ നോക്ക്. അപ്പം ശ്രീതു അവിടെ മുഖത്ത് നോക്കാണ്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓക്കെ എന്റെ ഡൗട്ട് ക്ലിയർ ആയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തമ്പൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ നോക്ക് എന്താ പേടിയാണോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശ്രീതു പറയുന്നത് ക്ലിയർ ഡൗട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും, പക്ഷെ നീ ചോദിച്ചതാണ് അവിടെ അർജുൻ പറയുന്നത്. ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ ആ ഒരു കോൺവെർസേഷൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാര് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. വീട്ടുകാർ ഇങ്ങനെ ചോദിച്ചു എന്നല്ല, ആ ഒരു ഇത് സംഭവം ചോദിച്ചത്. അപ്പൊ ഞാൻ ക്ലിയർ ആയി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ചോദിച്ചതെന്ന് അറിയില്ല എന്ന് അർജുൻ വീണ്ടും അവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പം ശ്രീതു പറയുന്നത് എനിക്ക് ചോദിക്കണം എന്ന് തോന്നി, ഞാൻ ചോദിച്ചു എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ക്ലവറാ എന്ന് ശ്രീതു ചോദിക്കുമ്പം മൊക്ക എന്ന് അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ആലോചിക്കട്ടെ, ചോദ്യമല്ല ആൻസർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ, അർജുൻ ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ സ്പേസ് ഇടണമെങ്കിൽ ഇടാം എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ ഒരു സംഭാഷണം പറയുന്നത്. അതായത് നിനക്ക് ഇപ്പം ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പേസ് ഇടണമെങ്കിൽ ഇടാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ അർജുൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ടായിരുന്നു മനസ്സിലായില്ല, ഈ സംഭവം മനസ്സിലായില്ല എന്ന് പറയുന്നത്. നിനക്ക് ഡൗട്ട് തോന്നിയെങ്കിൽ എന്ന് പറയാം ഞാൻ ഡിസ്റ്റൻസ് ഇടാം എന്ന് പറയുന്നു, സ്പേസ് ഇടണമെങ്കിൽ ഇടാം എന്ന് പറയുന്നു. അപ്പൊ ശ്രീതു ഓക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, തോന്നിയാൽ ഞാൻ പറയാം എന്നുള്ളൊരു ഡയലോഗും കൂടി അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. എന്നാലും വെറുതെ എന്തിനാ ചോദിച്ച് എൻ്റെ അടുത്ത് എന്നുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഇവർ ഈ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് ഈ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അർജുൻ കുറച്ചു നേരം കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോദിക്കുന്നത് എന്താ ഉറങ്ങിയില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കോൺവെർസേഷനിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ബിക്കോസ് ആ മൈക്കിന്റെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല. സോ ഇത്രയാണ് ഇന്നലെ രാത്രി നടന്ന ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്ന കാര്യം. സോ ഞാൻ ഇത് ആരുടെ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ശ്രീതുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നിനക്ക് അർജുൻ ഫ്രണ്ട് മാത്രമാണോ എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ലൈവിൽ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടല്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണോ ശ്രീതു ഈ കാര്യം പോയിട്ട് അർജുനോട് ചോദിച്ചതെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയില്ല. ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്താണ് അറിയില്ല. സോ എന്തായാലും ഇതാണ് ലൈവിൽ നടന്ന സംഭവവികാസങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിനുശേഷം ഇവര് രാവിലെ ഡിസ്റ്റൻസ് ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് രാവിലെയും അടുക്കളയിൽ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവരുടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പൊട്ടിപ്പോണെങ്കിൽ എപ്പോഴേ പൊട്ടിപ്പോകേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു. പക്ഷേ അത് പൊട്ടിപ്പോകാണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ എപ്പോഴേ പൊട്ടിപ്പോകേണ്ട അതിന് മാത്രം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ഇപ്പം ടിക്കറ്റ് ഫിനാലെ ഇന്ന് നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫർമേഷൻ വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഇത് നോമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നോമിനേഷന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഗൈസ്.